മുഖാമുഖം. പ്രിയപ്പെട്ടവരെ, മുഖാമുഖം പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് മുഖാമുഖത്തിൽ ഈ സ്റ്റുഡിയോയിൽ അതിഥിയായുള്ളത് എഴുത്തുകാരനായ പോൾസൺ പാവർട്ടിയാണ്. എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം നാടകങ്ങളിലും സീരിയലുകളിലുമൊക്കെ തൻ്റേതായ സംഭാവന നൽകിയ വ്യക്തി കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. കലാകാരനും അതുപോലെ സാഹിത്യപ്രവർത്തകനുമായ താങ്കൾ അടുത്ത കാലത്ത് എഴുതിയ പുസ്തകമാണ് ചിരി വിടർത്തും ഓർമ്മകൾ. പ്രത്യേകിച്ചും സാധാരണ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ നിരൂപണം നടത്തുമ്പോൾ ഈ പുസ്തകം ഗൗരവമായ ചിന്തകൾ, അതായത് ഇപ്പോൾ മനുഷ്യൻ നേരിടുന്ന അഗാധമായ വിഷയങ്ങൾ, അവൻ്റെ ദുഃഖം, അവൻ്റെ നിരാശ, ഗൃഹാതുരമായ അവൻ്റെ സങ്കടങ്ങൾ, ഇതൊക്കെയാണ് ഒരു പുസ്തകത്തിൻ്റെ ഒരു പരിധിയിലേക്ക് വരുന്നത്. പക്ഷെ താങ്കളാകട്ടെ ഈ വിഷയങ്ങളൊന്നും തൊടാതെ ചിരി എങ്ങനെ, അല്ലെങ്കിൽ മനുഷ്യൻ സന്തോഷിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ചിരിയായി വിടരുന്നത് എങ്ങനെ, ഇതാണ് ഈ പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സന്തോഷം മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ മാത്രം ഒരു പുസ്തകം എഴുതിയാൽ മതി എന്ന് താങ്കൾ വിചാരിക്കാൻ കാരണം? അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ദുഃഖങ്ങളും വിഷമങ്ങളും കരച്ചിലും വീഴ്ചലും ഒക്കെ ജനങ്ങൾക്കുണ്ട്. ഇനി അതിൻ്റെ പുറമെ ഒരു അഡീഷണൽ കരച്ചിൽ എൻ്റെ വക വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, സങ്കടം പുറത്തുനിന്ന് ഇപ്പോൾ എടുക്കുന്നില്ല. സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് അതെ അതെ, ഈ സങ്കടങ്ങൾ നീ പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാളെ എങ്ങനെ സന്തോഷിപ്പിക്കാം. അപ്പോൾ ആ സന്തോഷിപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാർലി ചാപ്ലിൻ്റെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ പോലെയോ ഒന്നും നമുക്ക് പറ്റില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പറ്റിയ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ, അത് കാഷ്വലായിട്ട് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ചിരിക്കും. ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ ചിരിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഇന്ന് വരെ മണ്ടത്തരങ്ങളുടെ ഒരു കേദാരം തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാലമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതെല്ലാതും കൂടി ഇന്ന് എഴുതി കഴിഞ്ഞാൽ നല്ലൊരു നോവലാവില്ലേ. അതെ അതെ. അപ്പം അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ ഞാനങ്ങ് കുറിച്ചിട്ടു. അത് ഇപ്പോൾ 10-35 കഥകളിങ്ങനെ കൊച്ചു കൊച്ചു കഥകളായപ്പോൾ അതൊരു പുസ്തകത്തിലങ്ങ് എഴുതാൻ തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. അതായത് ഈ കുഞ്ഞുനാൾ മുതൽ ഇതുവരെ താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം വരെയുള്ള അബദ്ധങ്ങളുടെ, വേണമെങ്കിൽ അബദ്ധങ്ങളുടെ ഒരു നിഘണ്ടുവാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശരി. പക്ഷേ ഇതിൻ്റെ ആമുഖത്തിൽ പറയും, ഇപ്പോൾ ടൈംസ് ഓഫ് ആർട്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ചൈതന്യധന്യമായ മന്ദഹാസം പോലെ മനോഹരമാണ് പോൾസൺ പാവർട്ടിയുടെ ഓർമ്മക്കഥകളുടെ ഈ സമാഹാരം. തുളുമ്പുന്ന ചിരിയും നന്മയുമാണ് മുഖമുദ്ര. പരനിന്ദയോ പരിഹാസമോ ഇല്ലാതെ നർമ്മമിത്രഹൃദ്യം. ഗ്രാമഭംഗിയിൽ പെയ്യുന്ന നിലാവിൻ്റെ ചാരുത പോലെ ഈ പുസ്തകത്തിൽ നിഷ്കളങ്കതയുടെ വെണ്ണിലാവ് പെയ്തു നിൽക്കുന്നു. നല്ല സംസ്കാരം തിരിനീട്ടി നിന്ന ഒരു കേരളീയ ജീവിത കാലഘട്ടം ഗൃഹാതുരമാർന്ന ഓർമ്മകളുടെ പൂക്കൾ വിടർത്തുന്നു. ഇവിടെയാണ് ഈ പുസ്തകം പ്രസക്തമാകുന്നത് എന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ടൈംസ് ഓഫ് ആർട്സ് പറയുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഉപരിപ്ലവമായ ഒരു ചിരി മാത്രമല്ല, അതിൽ ജീവിതത്തെ സ്പർശിക്കുന്ന ചില തലങ്ങളുണ്ട്. പ്രത്യേകിച്ചും വിദ്യാലയങ്ങളിലെ സ്മരണകൾ, അത് വെറുമൊരു ചിരിയായി, അതായത് ആ ചിരിക്ക് പിന്നിൽ അഗാധമായ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം എൻ്റെ ആത്മകഥകളാണ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ആ സംഭവത്തെ ഞാൻ ഒന്ന് സന്തോഷകരമായ രീതിയിൽ, ചിരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇതിൽ ഉണ്ടായ കാര്യങ്ങളും ഇതിലുണ്ട്. പക്ഷേ അതിനെ ഞാൻ നർമ്മത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ തന്നെ സ്കൂളിലെ ഒരു അനുഭവം പറയുന്നു, ചെയ്യാത്ത തെറ്റിന് ചൂരൽ കഷായം. ഇത് മിക്കവാറും എല്ലാ കുട്ടികളോട് ചോദിച്ചാലും ചെയ്യാത്ത തെറ്റിന് ഒരു അടിയെങ്കിലും കിട്ടാത്ത ഒരു കുട്ടി ഉണ്ടായിരിക്കും. അതെ. ചിലപ്പോൾ അവൻ ചെയ്യാതെ ഇപ്പോൾ ചുവരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം കൊണ്ടുവച്ചെഴുതുക അത് വലിയ പ്രയോഗമാണല്ലോ, ആരെങ്കിലും ഏതെങ്കിലും പദ്യത്തിൻ്റെ 4 അക്ഷരങ്ങൾ എഴുതിയിട്ടാൽ ടീച്ചർ പറയും, നീയാണ് എഴുതിയിട്ട്, നീ എണീറ്റില്ലെങ്കിൽ അവൻ അടി കിട്ടും. ഇതുപോലൊരു ഓർമ്മ താങ്കളുടെ ഈ പുസ്തകത്തിലുണ്ട്. അതെ അതെ. ഇത് എന്താണെന്ന് വെച്ചാൽ, ഞാനന്ന് 4 പഠിക്കുന്ന സമയത്ത് അവിടെ ഇൻ്റർവെല്ലിൽ കുട്ടികൾ മൂത്രമൊഴിക്കാൻ പോകുമല്ലോ. അപ്പോൾ അവിടെ അന്നത്തെ കാലത്തെല്ലാം വരിയായി നിന്നിട്ട് മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു ശീലമാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു കാക്കക്കുട്ടി
പറന്ന് വന്ന് വീഴുന്നു കണ്ടു. അപ്പോൾ എല്ലാവരും കൂടി ആ കാക്കക്കുട്ടിയെ കല്ലെടുത്ത് എറിയുന്നുണ്ട്. പിള്ളേരല്ലേ, അവർക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പം ഞാൻ സത്യത്തിൽ അവരെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ച ആളാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ എത്തിയപ്പോൾ സ്കൂൾ ലീഡർ ഒന്ന് വിളിച്ചു, കുറേ പിള്ളേരുടെ പേര് വിളിച്ച് ഹെഡ്മാസ്റ്റർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ വേറെ വല്ല കാര്യത്തിനും വിളിച്ചതാവും എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും അടിയാണ്. നീ കാക്കേനെ കല്ലെടുത്ത് എറിഞ്ഞു അല്ലേ, അടി. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പോൾ എന്നോടും പറഞ്ഞു കൈ നീട്ട്. ഞാൻ പറഞ്ഞു ഞാനെന്തിനാ കൈ നീട്ടണേ, നീ നുണ പറയാൻ തുടങ്ങിയ. അപ്പോൾ അടി ഒന്ന് കൂടി. മാത്രമല്ല ആ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പരിചയമുള്ള പോലീസുകാരാകുമ്പോൾ ഒരടി കൂടുതലെന്ന് പറയും. അതുപോലെ എനിക്ക് എക്സ്ട്രാ അടിയും കൂടി കിട്ടി. അപ്പോൾ അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയുടെ വേദന ഒന്ന് പോരാത്തതിന് എൻ്റെ അനിയൻ ആ ക്ലാസ്സിൽ പഠിക്കുക. അവനത് വീട്ടിൽ ചെന്നിട്ട് റെക്കോർഡ് ചെയ്ത് പറഞ്ഞു ഇന്ന് ചേട്ടൻ അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന്. അതാണ് പറഞ്ഞത്, ചെയ്യാത്ത കുറ്റത്തിനാണ് ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അല്ല, ഈ എല്ലാ നർമ്മത്തിനും പിന്നിലും ഈ സങ്കടകരമായ ഒരു ഓർമ്മ. ഇപ്പോൾ ചാർലി ചാപ്ലിനെ കുറിച്ച് നമ്മൾ പറയുന്നു, അദ്ദേഹം ഒരുപാട് ചിരിപ്പിക്കുന്നു. പക്ഷേ ചിരിയുടെ അഗാധതയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇപ്പം തന്നെ ഏതോ ഒരു സിനിമ ഓർക്കുന്നില്ല, അദ്ദേഹം ഒരു രാജ്യത്തൊരു കലാപം നടക്കുകയാണ്. അവിടെ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ കലാപമാണ്. കലാപമെല്ലാം കഴിഞ്ഞു. ഒടുവിൽ ചാർലിനൊന്നും അറിയാതെ അവിടെ ചെല്ലുന്നു, ഒരു കൊടി പിടിച്ച് വെറുതെ പോവുകയാണ്. അപ്പോൾ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്, പിടിച്ചകത്തിടുകയാണ്. അപ്പോൾ ചെയ്യാത്ത തെറ്റിന്, പക്ഷേ ഈ ചെയ്യാത്ത തെറ്റിൻ്റെ ദുഃഖം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. പക്ഷെ അതിലൊരു ഹാസ്യമുണ്ട്. ഈ ഹാസ്യം അവതരിപ്പിക്കുമ്പോഴാണ് അതിന് ജീവിതവുമായി ബന്ധപ്പെടുന്നത്. ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ പല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിരിയെക്കുറിച്ച് പറയുകയാണെങ്കിലും അതിൽ ജീവിതാനുഭവങ്ങളുടെ ഒരു ബന്ധമുണ്ട്. തീർച്ചയായും. അതിൽ ഇപ്പോൾ ഇതിൽ തന്നെ കമ്പ്യൂട്ടർ എങ്ങനെ ഓഫാക്കേണ്ട വിധം എന്ന് തൊഴിൽ സംബന്ധമായ ഒരു അതൊന്ന് പറയാം രസകരമായി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ചിരി വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിലേക്ക് വന്ന സമയം ഏതാണ്ട് 28 കൊല്ലം മുമ്പ്. അന്നൊക്കെ കമ്പ്യൂട്ടർ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു ഓഡിറ്റിംഗ് കമ്പനിയിൽ വർക്കിങ്ങിനെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ മാത്രമേ ഓഫീസിലുള്ളൂ. അപ്പം ബോസ് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ആൾ പോയി. ആൾ പറഞ്ഞു ഇനി ഞാൻ വൈകിട്ട് ചിലപ്പോൾ വരില്ല, നീ ഓഫീസ് പൂട്ടി പൊക്കോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഓഫീസ് ടൈം കഴിഞ്ഞു. ഇതിപ്പോൾ എങ്ങനെ കമ്പ്യൂട്ടർ ഓഫാക്കുക അതെനിക്കറിയില്ല. അവിടെ ഇവിടെ അമർത്തി കഴിഞ്ഞിട്ട് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാലാ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇൻ കേസ് കറണ്ട് പോയാൽ എന്താ സംഭവിക്കുക, അങ്ങനെ ഒന്ന് വളഞ്ഞ് ചിന്തിച്ചു. അപ്പോൾ കറണ്ട് പോയാൽ എന്ത് സംഭവിക്കും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല, പോയി മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. നേരെ പോയി മെയിൻ സ്വിച്ച് ഓഫാക്കി കൂളായിട്ട് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ സംഭവം അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഓഫീസ് തുറക്കാനായിട്ട് സാറ് വരും, സാറിൻ്റെ കൂടെ ഞാനുണ്ട്. ആ തുറന്ന സമയത്ത് ഞാൻ ഉള്ളിലേക്ക് ചാടി കയറി മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. ആൾ വന്ന് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു മുഴം മുന്നേ എറിഞ്ഞു ഞാൻ. അപ്പോൾ ആ സംഭവം ഇന്ന് ഓർക്കുമ്പോൾ തമാശയാണ്. അന്ന് വരച്ചത് എനിക്കറിയാം. എന്തായാലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നും പോൾസൺ പാവർട്ടിക്ക് അറിയാമെന്ന് എന്തായാലും ഈ മേലുദ്യോഗസ്ഥന് കൃത്യമായി മനസ്സിലായി. അറിയാതെ, പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല കേട്ടോ, അതിനറിയാതെ അദ്ദേഹം അങ്ങനെ ധരിച്ചു കാണും. പിന്നെ മറ്റൊന്നുള്ളത്, താങ്കൾ തൊഴിൽപരമായി അക്കൗണ്ടൻ്റാണ്. അതെ അതെ. പക്ഷേ ഇതിൽ തന്നെ ഈ ചിരിപടർത്തും ഓർമ്മകളിൽ കണക്ക്, സാധാരണ ഈ കണക്ക് കൂട്ടലാണല്ലോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കണക്ക് താങ്കൾക്ക് ഭാരമായിരുന്നു എന്ന് പറയാറുണ്ട്. അതേസമയം കുട്ടിക്കാലത്ത് കണക്ക് ഭാരമായിരുന്ന ഒരാൾ പിന്നെ കണക്കപ്പിള്ളയായി മാറുന്നതാണ് താങ്കളുടെ ജീവിതം. അതെ അതെ. അത് ഞാൻ 10ാം ക്ലാസ് വരെ കണക്കിൽ ഞാൻ ജയിച്ചിട്ടില്ല. 10ാം ക്ലാസ് വരെ? 10ാം ക്ലാസ്, അതിൽ 9ാം ക്ലാസ് വരെ. പണ്ട് ഇന്നതല്ല. അതെ അതെ. അപ്പോൾ അന്നൊക്കെ ഓൾ പ്രൊമോഷനാണല്ലോ. അതെ. അത് കാരണം കൊണ്ട് അങ്ങനെ. പക്ഷേ കണക്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ വിഷയങ്ങളും ഞാൻ ജയിക്കും. കണക്കിൽ എന്നും വീക്കാണ്. 10ാം ക്ലാസ് ആയപ്പോൾ പ്രശ്നമായി. SSLC അന്ന് ഓൾ പ്രൊമോഷൻ ഇല്ലല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി, അമ്മേ നമുക്ക് ട്യൂഷൻ വേണം. അത് എൻ്റെ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ അലൗഡല്ല. അപ്പൻ അതിലൊക്കെ ഭയങ്കര കർശനമായ ഇതാണ്, പഠിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ട്,
അതുകൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാമെന്നൊക്കെ അപ്പം പറയുള്ളൂ. എങ്കിലും അമ്മ എനിക്ക് വേണ്ടി അപ്പനെ റെക്കമെൻഡ് ചെയ്തു. SSLC ആണ്, ചക്കൻ ഇനി തോൽക്കണ്ട, അവൻ ട്യൂഷൻ പൊക്കോട്ടെ. അപ്പോൾ എൻ്റെ തൊട്ട അയൽവാസി ഒരു ജോസ് മാഷുണ്ട്. അപ്പോൾ ജോസ് മാഷ് വീട്ടിൽ കുട്ടികൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരിതുണ്ട്. അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ അധികാരിയുടെ ജോസ് മുന്നേ പറഞ്ഞു കൊടുക്കും, അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, ശരി, ഇനി അതിൻ്റെ പേരിൽ തോറ്റെന്ന് പറയണ്ട, നീ ജോസുണ്ടോ പറയേ ഒക്കെ പഠിപ്പിച്ചു തരാനായിട്ട്. അങ്ങനെ ഞാൻ ജോസ് മാഷ അടുത്ത് പോയിട്ട് ക്ലാസ് തുടങ്ങി. അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നത് ഞാനൊരു ആൺകുട്ടിയും 3 പെൺകുട്ടികളാണ്. അപ്പോൾ അത് വീടിൻ്റെ മുകളിലുള്ള ചെറിയൊരു ഇത് മാത്രം. അങ്ങനെ ക്ലാസ് തുടങ്ങി. മാഷ് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കണക്കറിയാത്തത് മാഷിൻ്റെ കുറ്റമല്ലല്ലോ. എന്നാൽ പെൺകുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മിടുക്കികളാണ്. അവർ കോൺവെൻറ്റ് സ്റ്റുഡൻസാണ്, മിടുക്കികളാണ്. അവർ വന്നത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വന്നത് എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ വ്യത്യാസം. എന്നിട്ട് ക്വാർട്ടർലി മാഷ ഒരു മന്ത്ലി ടെസ്റ്റ് തന്നു. മന്ത്ലി ടെസ്റ്റ് വന്നപ്പോൾ 3 പെൺകുട്ടികൾക്കും 100-ൽ 100. എനിക്ക് കിട്ടിയത് 100-ൽ 0. ഇത് കണ്ടപ്പോൾ മാഷ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. മാഷ് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നീ വരണ്ട, എൻ്റെ പേര് പോലെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം കണക്ക് ഇങ്ങനെ പോയി ശരിയാവില്ല എന്ന് എനിക്കറിയാം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ തല്ല് വേറെ കിട്ടും. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കാല് പിടിച്ചു. മാഷേ, ഞാൻ ഇനി പഠിച്ചോളാം. ശരി, അങ്ങനെയാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു വാശിയായിരുന്നു എനിക്ക്. ആ കുട്ടികളുടെ മുമ്പിൽ നാണം കിട്ടില്ലേ, അത് വാശി പോസിറ്റീവായിട്ട് ഞാൻ എടുത്തു. പിന്നെ ഞാനങ്ങ് പഠിച്ചു മാഷ് പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും ഹൃദയസ്ഥാക്കി പഠിച്ചു. പിന്നെ SSLC മെയിൻ എക്സാം വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അപ്പോൾ വട്ടപൂജ്യത്തിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ പാസ്സായി. കണക്കെനിക്ക് വളരെ ഈസി സബ്ജക്റ്റായി മാറി. അതാണ് ഇതിൻ്റെ ഉള്ളിലെ തമാശ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ജീവിത ഉപാധിയും കണ്ടെത്തിയത്. പിന്നെ ഇവിടെ ദുബായിൽ വന്നപ്പോൾ പിന്നെ അക്കൗണ്ട്സിൽ ജോലി കിട്ടി. നമ്മൾ അക്കൗണ്ടൻ്റായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ നാട്ടിൽ ഇതേ പറഞ്ഞ മാഷിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ കോമേഴ്സ് അധ്യാപകനായിട്ട് 82 മുതൽ 87 ഡിസംബർ വരെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. കോമേഴ്സായിരുന്നു എൻ്റെ വിഷയം. ഞാൻ പഠിപ്പിച്ച ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ ദുബായിൽ തന്നെ നല്ല നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളിലായിട്ട് നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഐ ലവ് ടീച്ചിങ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഇന്നും ടീച്ചിങ് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ, ദുബായിൽ വന്നപ്പോൾ എനിക്ക് BEd ഉണ്ടായില്ല. അത് ഞാൻ പാരലൽ കോളേജിലായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ BEd ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സ്കൂളുകളിൽ കിട്ടില്ല. പിന്നെ അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് കിട്ടി, കണ്ടിന്യൂ ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ ഈ നർമ്മത്തിൻ്റെ ഒരു പശ്ചാത്തലം, താങ്കൾ ഈ വളർന്ന് അല്ലെങ്കിൽ ജനിച്ച് വളർന്ന സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിന് പൊതുവേ ആ ഭാഷയിൽ തന്നെ ഒരു നർമ്മമുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്ന പലരും നമ്മൾ സംസാരിച്ച് നമ്മൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. തൃശ്ശൂർ ആ സ്ലാങ് അങ്ങനെയാണ്. അത് ഞാനും ചില സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന പോലെയല്ല, ശരിക്കും തൃശ്ശൂർ ഭാഷയിൽ തന്നെ സംസാരിക്കും. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ പലർക്കും ചിരിക്കാൻ വകുപ്പുണ്ടെന്ന് പറയാറുണ്ട്. ഇഷാമിനെ ഒരു കാര്യം തമാശ പറയണോ, എന്നെക്കൊണ്ട് എൻ്റെ സംസാരം കേട്ട് ചിരിക്കാൻ വേണ്ടി മാത്രം സംസാരിപ്പിച്ച കേസുണ്ട്. അത് എനിക്കറിയില്ലായിരുന്നു. അവർ അച്ചായന്മാരാ, അവർ എന്നോട് പറഞ്ഞ് ഫോൾസ ഒരു ടോപ്പിക്ക് എനിക്ക് തരും, എന്നെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തിനാ ഇവരെ എന്നെ കൂടെ സംസാരിപ്പിക്കണേ. പിന്നീടാണ് അവർ പറയുന്നത്, പോൾസൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തമാശയുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം സംസാരിപ്പിച്ചതാണ്. അല്ല, ഈ അങ്ങനെ ഈ പലരും അത് വളരെ VKN പോലുള്ളവർ വളരെ സമർത്ഥമായി അത് എഴുത്തിലുപയോഗിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റപ്പായി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം എന്തുട്ടായി കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളറിയാതെ ഈ പുസ്തകം വായിക്കുമ്പോൾ ചിരിച്ചു പോകും. ഈ പയ്യൻ കഥയുള്ള ഒരു റപ്പായി കൂടെ ഈ പറയുന്നുണ്ട്. അതായത് ഈ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് അന്ന് ഈ ഒരു മലയാള സാഹിത്യ പ്രഭാഷണം പയ്യൻ കേൾക്കുകയാണ്. അപ്പം പറയുന്നത് പും ശരത്കാല ചന്ദ്രികാചർച്ചിതമായ നീലാകാശം. അപ്പോൾ റപ്പായിക്ക് അറിയില്ല എന്തുട്ടായി പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ പറയും, അല്ല അത് നക്ഷത്രങ്ങളുള്ള നീലാകാശം എന്നാണ്. നീ മലയാളം പറഞ്ഞല്ലോ, നിന്നെ ജൈവൻ രക്ഷിക്കൂടാതെ. അപ്പോൾ ഇത് ഈ തൃശ്ശൂരിൻ്റെ ഒരു അത് സാധാരണ ഒരു അച്ചടി ഭാഷയെ പറഞ്ഞാൽ നീ മലയാളം പറഞ്ഞല്ലോ, നിന്നെ ദൈവം രക്ഷിക്കൂടെന്ന് പറയുമ്പോൾ അതൊരു തൃശ്ശൂർ ഭാഷയെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അല്ല, അത് തീർച്ചയായിട്ടും അല്ല, ഓരോ നാടിനും അതിൻ്റേതായ ഭാഷകളും അതിൻ്റെ ഭംഗികളൊക്കെ ഉണ്ട്. തൃശ്ശൂർ ഭാഷയുടെ ശൈലി ഇങ്ങനെയാണ്.
അതിലൊരു നർമ്മത്തിൻ്റെ ഒരു അന്തർധാരയുണ്ട്. അതുകൊണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. ഇനി വീണ്ടും പുസ്തകത്തിലേക്ക്. ഈ പുസ്തകത്തിൽ തന്നെ ഈ കള്ളം പറഞ്ഞ് മാന്യനാകുന്നതിനേക്കാൾ സത്യം പറഞ്ഞ് മണ്ടനാവുക, അതൊരു ഗുണപാഠമായി ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഈ മണ്ടത്തരത്തിലെ സത്യസന്ധത. അത് ഇത്രയേ ഉള്ളൂ. അത് പള്ളിയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു, CLC എന്ന സംഘടനകളിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാറ്റിലും ആക്ടിവിറ്റീസിലൊക്കെ മുമ്പിലുണ്ടാവും. അപ്പോൾ പള്ളിയിൽ അച്ഛൻ അന്ന് ക്രിസ്മസിൻ്റെ സമയം, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ചോദിച്ചു, ക്രിസ്മസായിട്ട് കുമ്പസാരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ആരും എഴുന്നേറ്റൊന്നുമില്ല. എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ 90% പേര് കുമ്പസാരിച്ചിട്ടില്ലാന്ന്. കാരണം ഒക്കെ നമ്മുടെ തരാതരക്കാരല്ലേ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, കൈ ഉയർത്തി അല്ലെങ്കിൽ എഴുന്നേറ്റ് വന്നു. അച്ഛൻ ചോദിച്ചു, നീ CLCയുടെ വലിയ പ്രസിഡൻറ്റും നീ വലിയ ആളൊക്കെ ആയിട്ട് നീ കുമ്പസാരിച്ചില്ലേ എന്ന് ഭയങ്കര ചീത്ത. എല്ലാവരും എന്നെ നോക്കി ചിരിക്കണുണ്ട് കളിയാക്കിയിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചില്ല, ഞാൻ സത്യം പറഞ്ഞു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടി എന്നെ വട്ടം ചുറ്റിയിട്ട് പറഞ്ഞു, നീ പൊട്ടൻ തന്നെയാ, നീ അല്ലാണ്ട് ഉള്ള കാര്യം പറയുമോ, നീ എന്താ വിചാരിച്ച് ഞങ്ങളൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ടെന്നാ? ഞങ്ങളാരും കുമ്പസാരിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ ചോദിക്കും, അച്ഛൻ്റെ വഴിക്ക് പോവും, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നുണ പറഞ്ഞിട്ട് മാന്യനായി, ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ കുരിശ് ചുമന്നു, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, ഇപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. കാരണം നീ മാത്രമേ സത്യം പറഞ്ഞുള്ളൂ, മറ്റുള്ള മിടുക്കന്മാരൊക്കെ നുണ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടതാ. അതുകൊണ്ട് നിൻ്റെ സത്യസന്ധതയിൽ എനിക്കിഷ്ടമായി, ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യമാണ്. അതായത് സത്യം എപ്പോഴും പറയുക. അതിപ്പോൾ നമ്മൾ സ്വയം മണ്ടനായി മറ്റുള്ളവർ ചിത്രീകരിച്ചാൽ പോലും സത്യം പറയും. എനിക്കിഷ്ടം അത് തന്നെയാണ്. കാരണം ഞാൻ കഴിയുന്നതും 90%, 99% സത്യം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കുരിശുകൾ ഒത്തിരി ഉണ്ടായിട്ടുമുണ്ട്, അതും വാസ്തവമാണ്. എന്നാൽ നുണ പറഞ്ഞുകൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് നുണ പറയണേ? ഉള്ള കാര്യം സത്യമായിട്ട് പറയുക, ഇന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാക്കുമല്ലോ. അതാണ് എൻ്റെ ഒരു പോളിസി. അത് സ്വന്തം മനസ്സാക്ഷിയോട് സത്യസന്ധനായിരിക്കുക. അതാണ് തീർച്ചയായിട്ടും. ഞാൻ ഇന്നും അങ്ങനെ തന്നെ ആവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു, അങ്ങനെ തന്നെയാണ്. എൻ്റെ മക്കളോടും അത് തന്നെയാണ് പറയുക, നുണ പറയരുത്. നുണ പറഞ്ഞാൽ നമുക്ക് ഒന്നും നേടണ്ട, സത്യം പറയാം. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അത് ഈ വേദഗ്രന്ഥത്തിൽ ലഭിച്ച ഒരു സന്ദേശമാണ്, ബൈബിളിൽ നിന്ന് ലഭിച്ചൊരു സന്ദേശമാണ്. അല്ല, എല്ലാ വേദഗ്രന്ഥത്തിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ നമ്മളൊക്കെ എല്ലാവരും ജീവിക്കുന്നത്. ഇത് അവനവൻ്റെ മനസാക്ഷി എന്ത് പറയുന്നു എന്നുള്ളതാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു പോയിന്റ് മാത്രം. പിന്നെ അതിലുപരി എൻ്റെ ഫാദറും മദറും എന്നെ ഒരുപാട് ഇതിലേക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട്, ഒരിക്കലും നുണ പറയരുത് എന്ന് പറഞ്ഞിട്ട്. അതായിരിക്കാം എന്നെ അങ്ങനെ ചെയ്ത്. ഈ പള്ളി പരിസരം, ഈ പ്രത്യേകിച്ചും ഈ ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട ഈ പള്ളി പരിസരം ഒരുപാട് തമാശകൾ ഈ സാധാരണ പറയാറുണ്ട്. ഇത് ഈ പുസ്തകത്തിൽ പലപ്പോഴും കാണാം. ഇരിക്കട്ടെ പള്ളിയിലച്ഛനും ഒരു ഏപ്രിൽ ഫുൾ. ഇത് സാധാരണ ഈ പള്ളി പരിസരത്ത് നിന്ന് തമാശ കണ്ടെടുക്കുന്ന രീതിയുണ്ടല്ലോ, അത് എന്നെ ആകർഷിച്ചത് അതാണ്. അതെ, ഈ സെയിം അച്ഛൻ തന്നെയാണ് ആ കഥാപാത്രം. അതായത് ഫാദർ റാഫേൽ ചിറ്റലപ്പള്ളി. അച്ഛനെ ഞങ്ങളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കുറച്ച് റഫ് ക്യാരക്ടറായിരുന്നു. അദ്ദേഹവും നന്നായി പുസ്തകം എഴുതുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ആരും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ധൈര്യപ്പെടാറില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇടിച്ചു കയറും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞാൻ ആലോചിച്ചു, അച്ഛനൊരു പണി കൊടുക്കണമല്ലോ. പണി പള്ളിയിൽ പണി എന്ത് കൊടുക്കും? ആ സമയത്ത് ഏപ്രിൽ ഫൂളിൻ്റെ സമയം വന്നത്. ഏപ്രിൽ 1-ാം തീയതി ആയപ്പോൾ നേരെ ചെന്ന് അച്ഛന് പണി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം അന്ന് ടെലിഫോണൊന്നും ഇന്നത്തെ പോലെ ഇല്ല. അപ്പം ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊരു ഫോൺ അച്ഛനെ വിളിച്ചു. പള്ളി തൊട്ടടുത്ത് തന്നെയാണ്. പറഞ്ഞു, സ്വരമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഫാദർ ഇന്ന ആളല്ലേ? അതെ. അവിടെ ഉണ്ടായിരുന്ന ഇന്നൊരു അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞു.
അയ്യോ അങ്ങനെ ഉണ്ടായാ, ഞാൻ വന്ന് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിമേടയിലേക്ക് ചെന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയണ്ടേ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വികാരിച്ചും പോയിരിക്കണു. അച്ഛൻ റൂമ് പൂട്ടിപ്പോയി. അപ്പോൾ അസിസ്റ്റൻ്റ് കൊച്ചച്ഛനുണ്ട്. ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു, എന്താ അച്ഛാ വികാരിച്ച ഇവിടെ ഇല്ലേ? അപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, നീ എന്താണ്ട് ഈ സമയത്തോട് പറഞ്ഞേ, സാധാരണ ഈ സമയത്ത് തന്നെ കാണാറില്ലല്ലോ, മാത്രമല്ല വികാരിച്ചത് അന്വേഷിക്കണം എന്താ? ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞു. അച്ഛൻ വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇക്കൊണ്ട് ചിരി വന്നു. എന്താ കാര്യം, എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ അച്ഛൻ ചോദിച്ചു. ഞാൻ പറയാം, എൻ്റെ പൊന്നച്ഛൻ ഞാനിപ്പോൾ ആകെ വിഷമം, അച്ഛൻ ഇങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെ തമാശ ഒപ്പിച്ചതാണ് കേസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്ത് പണി നീ കാണിച്ചത്, നീ നന്നായി ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ വികാരിയച്ഛൻ അവിടെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അന്വേഷിക്കുക, ഇങ്ങനെ അച്ഛൻ അവിടെ ആക്സിഡൻറ്റ് എടുക്കണ്ട. അവർ പറഞ്ഞു, ഇവിടെ ആക്സിഡൻറ്റ് കേസ് എടുക്കില്ല എന്ന് അച്ഛനറിയില്ലേ? അപ്പോഴും ഞാൻ ആലോചിച്ചു, ചേട്ടാ മിഷൻ ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് കേസ് എടുക്കില്ല, അത് സിവിൽ ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. അപ്പോൾ അച്ഛൻ അവർ പറഞ്ഞേ, അച്ഛൻ ഇന്ന് ഏപ്രിലൊന്നല്ലേ, ആരെങ്കിലും അച്ഛനെ പറ്റിച്ചതാവും. അച്ഛൻ പറഞ്ഞു, അയ്യോ മണ്ടത്തരായി പോയല്ലോ, ഈ കാക്ക കൊള്ളാത്ത വെയിലത്ത് നടന്നത് ബാക്കി. പിറ്റേ ദിവസം വന്നപ്പോൾ കൊച്ചച്ഛൻ വിവരം പറഞ്ഞു, ഇങ്ങനെ പോൾസം പറ്റിച്ച പണിയാണ് വെച്ചാന്ന് പറഞ്ഞു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നല്ല പണി നീ എന്നെ കാണിച്ചത്, ഈ കാക്ക കൊള്ളാത്ത വെയിലത്ത് തൃശ്ശൂർ അങ്ങാടി കൂടെ എന്നെ നടത്തിച്ചു അല്ലേ, മിടുക്കാ സമ്മതിച്ചൊന്നു. ഇത് പറഞ്ഞിട്ട് എൻ്റെ ചെവി പിടിച്ച് ഇങ്ങനെ രണ്ടാട്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുതിട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു അബദ്ധം പറ്റിപ്പോയതാ, സാരില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും ഓർക്കും ഈ സംഭവം. ഇപ്പോൾ അടുത്ത കാലത്തും ഞാൻ അച്ഛനെ കണ്ട് കൈ പിടിച്ചതൊക്കെ, അപ്പോൾ വയസ്സായി, അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ. ഇതിൽ തന്നെ പറയുന്നത് ശബ്ദം മാറ്റി വിളിച്ചു വന്നു. അത് താങ്കൾ അടിസ്ഥാനപരമായ കലാകാരനാണ്, കാരണം ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഈ കലാപ്രവർത്തനവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മുടെ CL ജോസിൻ്റെ ഒക്കെ നാടകങ്ങളാണ് അന്ന് സ്ഥിരമായിട്ട് പള്ളി മേളകളിലൊക്കെ ഉണ്ടാവാറ്. ബാലനടനും ബാലനടിയും ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ ഞാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാ വർഷവും ചുരുങ്ങിയത് ഒരു നാടകം ഉണ്ടായിരിക്കും. ചില വർഷങ്ങളിൽ ഒന്നിൽ കൂടുതൽ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് 10ാം ക്ലാസ് വരെ ഞാൻ ബാലനടനും ബാലനടിയുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാലനടിയും കാരണം അന്ന് ആണ് പെണ്ണാവുന്ന കാലഘട്ടം, ഇന്നല്ലേ റിയൽ പെണ്ണുങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് എല്ലാവരും ചെറിയ കുട്ടിയാണ് വലിയ ആൾക്കാരാണെങ്കിലും ആണ് പെണ്ണായിട്ട് വേഷം കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് TG രവിയുടെ കൂടെ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രവിയേട്ടൻ പിന്നീട് ദുബായിൽ വന്നിട്ട് ഞാൻ രണ്ടാമതും രവിയേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അന്ന് ഞാൻ ചോദിച്ചു, രവിയേട്ടൻ എന്നെ ഓർമ്മയുണ്ടാ ഇത്ര കൊല്ലം മുമ്പ്? എൻ്റെ ദൈവം ആ ചക്കനായത് എന്ന് ചോദിച്ചു. അത്രയ്ക്കും മാറ്റം വന്നു. അപ്പം അങ്ങനെ നാടകങ്ങൾ 10-25 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നാടകം എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ്സാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ സിനിമ സ്റ്റൈലിലേക്ക് മാറി, ടെലി സീരിയൽ അതുപോലെ ഷോർട്ട് ഫിലിംസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ ആൽബംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ടെലി സീരിയൽ ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ, കാണുന്നവർക്ക് അറിയില്ല. കാണുന്നവർക്ക് വിമർശിക്കുക എളുപ്പമാണ്, ആ സീന് ശരിയായില്ല അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നുള്ളത്. ഇത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെലി സീരിയലിൻ്റെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് നടക്കണം. ദുബായിലത്തെ അവസ്ഥ അറിയാലോ, വെള്ളിയാഴ്ച മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഓഫ് ഡേ അന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ സീനിൽ ഷൂട്ടിങ് നടത്തി. ഞാൻ അതിൽ വില്ലൻ ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ഗുണ്ടാ സംഘത്തിൽ ഉള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം ഞാൻ കണ്ടെത്തി, ഒരു ഓഫീസ്, പണി തീരാത്ത ഒരു ഓഫീസിലാണ് ഞങ്ങൾ ആ സെറ്റപ്പ് ചെയ്തത്. ആ ഷൂട്ട് അന്ന് കഴിഞ്ഞു, പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുത്തനെ കെട്ടിയിട്ടിട്ട് നിർത്തിയിരിക്കുകയാണ്, ഇടിക്കാനുള്ള ഇതൊക്കെ സെറ്റപ്പ് കെട്ടിയിട്ടു ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും സമയം രാത്രിയായപ്പോൾ അന്നത്തെ ഷൂട്ട് നിർത്തി. ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. കഷ്ടകാലത്തിന് അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴേക്കും അതിൽ നായകൻ ലീവിന് പോയി. നായകൻ 1 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും നായകൻ ലീവിന് പോയി.
അങ്ങനെ ഓരോരുത്തർ ലീവിന് പോയി വരുമ്പോഴേക്കും മാസം 2 കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങൾ വീണ്ടും ആ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അന്നത്തെ സ്ഥലമല്ല ഈ സ്ഥലം. അതിവേഗം മാറുകയല്ല. കാരണം ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയും കഴിഞ്ഞു, എല്ലാം നല്ല പോഷ് ബിൽഡിംഗ് ആയി കഴിഞ്ഞു. ദൈവമേ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുക? ഉടനെ ബുദ്ധി വർക്കൗട്ട് ചെയ്തു. ഒരു ചെറിയ ഒറ്റ ഡയലോഗിൽ കഥ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ വില്ലൻ, അതായത് ഞാൻ വിളിച്ചിട്ട് പറയാണ് ഗുണ്ടാസംഘത്തിലെ മറ്റുള്ളവരോട്, അവനെ അവിടെ കെട്ടിയിട്ടുള്ളത് സേഫല്ല, അവിടെ നിന്ന് അവനെ മാറ്റിയിട്ട് എൻ്റെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഒറ്റ ടെലിഫോൺ കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ. ശരി ബോസ് എന്ന് അവരും പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഇദ്ദേഹത്തിനെ അതേ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡയലോഗിൽ കഥ മാറി. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംഭവം തമാശ രൂപത്തിൽ എഴുതിയെന്ന് മാത്രം. ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ പുസ്തകം മൊത്തം വായിച്ചു കഴിയുമ്പോൾ ഈ എപ്പോഴും ഓർത്താൽ പൊട്ടിച്ചിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അതെന്താണ് ഓർക്കുന്നത്? നമുക്ക് ഇത് മറക്കാനാകാത്ത, ഇപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ചിരിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളില്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് ഇതിൽ എല്ലാതും ഞാൻ ഓർത്തോർത്തിരുന്ന് ചിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് സ്ഥിരമായുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ കഥകൾ കാണാപ്പാടാണ്. അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്ക് ഞാൻ ഈ കഥ പുസ്തകം ഇങ്ങനെ കൊടുത്തപ്പോഴേ എൻ്റെ മക്കൾ ചോദിച്ചാൽ ഇതിലിപ്പോൾ ഞാൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതെല്ലാം നമ്മൾ കാണുന്ന ഇതൊക്കെ എന്നും കേൾക്കണതല്ലേ. അതുപോലെ കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്ഥിരം നമ്മൾ ഡ്രൈവറുണ്ട്, അവരോട് ഇങ്ങനെ പറയുമ്പോൾ ഡ്രൈവർക്ക് ഇത് കേട്ട് 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 മടുത്തിട്ടുണ്ട്. കാരണം പലവട്ടമായി ഇതന്നെ ആവർത്തിക്കണേ. അപ്പോൾ ഈ കഥകളൊക്കെ പല വട്ടം ഞാൻ ആവർത്തിച്ച് പറയുന്ന കഥകൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ സ്റ്റോറീസ്. അപ്പോൾ അതുകൊണ്ട് പീഷാമ് ചോദിച്ച ചോദ്യത്തിന് ഇതിൽ ഏത് കൂടുതൽ ഏത് കുറവ് അങ്ങനെയില്ല. അത് സാന്ദർഭികമായിട്ട്. അതെ അതെ, എല്ലാം ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ താങ്കളെ പൊട്ടിച്ചിരിപ്പിച്ച, സന്തോഷിപ്പിച്ച. അതെ അല്ലേ? അന്ന് പൊട്ടിച്ചിരിച്ചിട്ടില്ല, ഇപ്പം ആലോചിക്കുമ്പോഴാണ് ചിരിക്കുന്നത്. അന്ന് ചില കടുത്ത അനുഭവങ്ങൾ ഉണ്ടായി. അന്ന് കടുത്ത അനുഭവങ്ങളാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ വേറൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ലുങ്കി പറ്റിച്ച പണി. അതെന്താണ് ഫോറിൻ ലുങ്കി? മനസ്സിലായില്ലേ? പണ്ടത്തെ ആ മിനുസുള്ള. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ ആദ്യമായിട്ട് 10-35 കൊല്ലം മുമ്പ് ദുബായിൽ നിന്ന് ലീവിന് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഫോറിൻ ഈ ലുങ്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ ഭയങ്കര സന്തോഷമായി. ഫോറിൻ ലുങ്കി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? അന്ന് ചോറും വേണ്ട, ഒന്നും വേണ്ട. ഇത് 4 പേരെ കാണിക്കാണ്ട് സമാധാനമില്ല. ആ പ്രായം അങ്ങനത്തെ അല്ലേ. ഞാൻ ഈ ഫോറിൻ ലുങ്കി ചുറ്റിയിട്ട് സൈക്കിളുമ കയറിയിട്ട് അങ്ങോട്ട് സെൻട്രലിലേക്ക് വെറുതെ പോവുക, ഒരാവശ്യമില്ല. പോണ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി നടയിൽ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പള്ളിനട. രാവിലെ കുർബാന കഴിഞ്ഞ് ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പം എൻ്റെ ഉദ്ദേശം ഇവരൊന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ലുങ്കിയുടെ പവർ ഒന്ന് കാണിക്കുക. ലുങ്കിയുടെ പവർ 4 പേര് കാണണം. എനിക്കും കിട്ടിയിട്ടുണ്ട് ലുങ്കി. അപ്പം അങ്ങനെ ഞാൻ പള്ളി നടയിലെത്തിയപ്പം അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ സൈക്കിൾ നിർത്തിയിട്ട് പിന്നെ പൊക്കി പിടിച്ച് അപ്പുറത്തേക്ക് കയറ്റിയിട്ട് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഞാൻ അവിടെ എത്തി, സൈക്കിൾ ഇറക്കി അപ്പുറത്തേക്ക് കയറി സൈക്കിൾമ കയറിയിട്ട് ഇങ്ങനെ പോണ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനും അറിയാണ്ട് ചിരിച്ചു. നോക്കിയപ്പോൾ ഒരു കാറ്റ്, ഒരു എക്സ്ട്രാ കാറ്റ് വരുന്നുണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ മുണ്ട് കാണാനില്ല. നമ്മുടെ മാന്നാർ മത്തായിൽ ഇന്നസെൻറ്റിന് മുണ്ട് പോയ പോലെ നോക്കുമ്പോൾ സൈക്കിളുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. മുണ്ട് കുറച്ച് അപ്പുറം ഇങ്ങനെ എടുക്കുക. സൈക്കിൾ അവിടെ ഇട്ടിട്ട് ഒറ്റ ഓട്ടം. ആ മുണ്ട് എടുത്തിട്ട് തൊട്ടടുത്തൊരു കടയുണ്ട്, ഷോപ്പിൽ നേരെ കയറി. അവർ നോക്കി ചിരിക്കുക. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. കാരണം ഈ ആൾക്കാർ മുഴുവൻ പോയിട്ട് ഞാൻ മുണ്ടെടുത്തിട്ട് വീട്ടിലേക്ക് ഓടി. അതെ. അപ്പം അത് മറക്കാൻ പറ്റുമോ? നമ്മൾ സ്റ്റൈലിന് വേണ്ടി പോയിട്ട് നാണം കിട്ടും അവസാനം. ഇപ്പം ആലോചിക്കുമ്പോൾ തമാശ. അതെ അതെ അതെ, അതാ പറഞ്ഞത്. അന്നത്തെ ചമ്മൽ എന്ന് പറയുന്നത് ഗ്രേറ്റ് ചമ്മലാണ്. അയ്യോ, അത് ഭയങ്കര ചമ്മലാണ്. എന്തായാലും ഇത്തരം ചമ്മലുകൾക്കും വളരെ സുഖകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകത്തിലെ ഓരോ സന്ദർഭങ്ങളും നമ്മോട് പറയുകയാണ്. വാസ്തവത്തിൽ ഈ ചിരിക്കാൻ പറ്റിയൊരു കുടുംബാന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 11 മക്കളാണ്. 11 മക്കൾ. അതിൽ ഏറ്റവും താഴെയുള്ള അനിയത്തി ചെറുപ്പത്തിൽ മരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ 10 എന്നാണ് പിന്നെ സ്ഥിരം പറയാറുള്ളൂ.
അപ്പൻ വളരെ ഹാപ്പി ആയിരുന്നു. ആൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തലയിലിരുത്തി പാട്ട് പാടലും നല്ല തമാശ തന്നെയായിരുന്നു. പിന്നെ ഈ 10 മക്കളും ഈ പറഞ്ഞ പോലെ സ്പാനർ സെറ്റ് പോലെ കണ്ടാൽ ഒരേപോലെ തന്നെ, 1.5 വയസ്സ് വ്യത്യാസം ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ളൂ. പിന്നെ വീട്ടിൽ തല്ലും വഴക്കും ബഹളം കഴിഞ്ഞിട്ട് നേരമില്ലല്ലോ, എപ്പോഴും ബഹളം തന്നെയാണ്. പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും സ്നേഹവും പിണക്കവും അതങ്ങനെയല്ലേ. പക്ഷെ അത് ഒരു കാലഘട്ടം അങ്ങനെ നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും അപ്പനായിട്ട് മാറിപ്പോയി, തിരക്ക്, അതിൻ്റെതായ പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പോഴും ഞങ്ങളതൊക്കെ ഇടയ്ക്ക് കൂടുമ്പോൾ അതൊക്കെ പറഞ്ഞ് ഓർത്ത് ചിരിക്കാറുണ്ട് കേട്ടോ, പറഞ്ഞ് ചിരിക്കാറുണ്ട്. അവനെ തല്ല് കൊള്ളിച്ചതും അങ്ങനെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ. സ്ഥിരം തല്ല് കിട്ടുന്നത് എനിക്ക് തന്നെ. അപ്പം ഈ ദുബായിലേക്കുള്ള ഒരു ആദ്യ യാത്രയുടെ ഒരു രസകരമായ അനുഭവങ്ങൾ, ഈ ദുബായ് യാത്ര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യ യാത്ര, ഗൾഫിലേക്കുള്ള ആദ്യ യാത്ര എന്ന് പറയുന്നത് ആർക്കും മറക്കാനാവില്ല. അതെ 28 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് പറഞ്ഞത്. അന്ന് കൊച്ചിയും കോഴിക്കോടൊന്നുമില്ല. അപ്പോൾ എയർപോർട്ടിലേക്ക് എന്നെ എൻ്റെ ചേട്ടൻ തോമസ് പാവർട്ടി, അദ്ദേഹം എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ആദ്യത്തെ യാത്രയാണ്, അപ്പം എനിക്കുള്ളിൽ തീയുണ്ട്, ദൈവം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടുമുട്ടി. അപ്പോൾ അവർ ചോദിച്ചു, നീ എന്താണ്ട് ഇവിടെ? അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അനിയൻ ദുബായിക്ക് പോവാ, ആദ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നീ എന്താ ഇവിടെ? എൻ്റെ പെങ്ങൾ പ്രസവിച്ചിട്ട് തിരിച്ച് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 പേരും ഒരുമിച്ചാൽ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്, 2 വയസ്സുള്ള ഒരു കൊച്ചുമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഇദ്ദേഹം ആദ്യമായിട്ട് പോകുന്ന ആൾ, ഇങ്ങനെ അറേഞ്ച് കഴിഞ്ഞാൽ ഒരു സഹായത്തിൻ്റെ ആൾ ആവശ്യമുള്ള ആൾ, 2 പേരാകുമ്പോൾ കമ്പനി ആയല്ലോ എന്ന രീതിയിൽ ഞങ്ങളങ്ങ് പോയി. ഫ്ലൈറ്റിലൊക്കെ കയറി ഇവിടെ എത്തി, ദുബായിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോൾ 2 വയസ്സുള്ള കുട്ടിയും കൈക്കുഞ്ഞും നല്ല ഉറക്കം. എന്ത് ചെയ്യാം, ആ സ്ത്രീക്ക് ഒരു കുഞ്ഞല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വയസ്സുള്ള കുട്ടീനെ ഞാൻ എടുത്തു, എൻ്റെ തോളിലിട്ടു. കൈക്കുഞ്ഞിനെ ആ സ്ത്രീയും വിളിച്ചു. ആ എയർപോർട്ടിൽ വന്നിറങ്ങി നോക്കുമ്പോൾ പുറമെ എൻ്റെ ചേട്ടനും ചേട്ടത്തിയും ബന്ധുക്കളൊക്കെ പുറത്ത് എന്നെ റിസീവ് ചെയ്യാൻ കാത്തിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ എൻ്റെ തോളിൽ ഒരു കുട്ടി വരുന്നു, കുട്ടിയും എന്തപ്പോൾ അത് കുട്ടിയായിട്ട് പറഞ്ഞേ. അവരിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്, എന്താ സംഭവം. അത് ഒരു ഭാഗം. അതേസമയം കുറച്ച് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വിസ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒറിജിനൽ വിസ ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ നേരം വൈകും എന്തുണ്ടായപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേ ആ സ്ത്രീയാണെങ്കിൽ അവർ റിട്ടേൺ ആണല്ലോ, അവർ ലൈനിൽ നിന്നു. അവരെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അവർ പുറത്തേക്കാണ് പോയി, കൂളായി പോയി. ഭർത്താവിനോട് കൂടിയിട്ട് അവർ കുട്ടീനെ മറന്നിട്ട് അവർ പോയി. ആ സ്ത്രീയുടെ കുട്ടി എൻ്റെ കയ്യിൽ അന്ന് 2 ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പിടിക്കാനായിട്ട്. അവരിതൊക്കെ മറന്ന് അവർ പുറത്തേക്കാണ് പോയി. ടെർമിനലിന് പുറത്ത് പോയി ഇപ്പം തിരിച്ചുകൊണ്ട് വരാനും പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി, എൻ്റെ കയ്യിലുള്ള കുട്ടി കരയാൻ തുടങ്ങി. എന്ത് ചെയ്യും? കുട്ടി കരയും. ദൈവമേ, ഞാൻ എൻ്റെ വിസ കിട്ടാത്ത വിഷമം ഇവിടെ കുട്ടിയുടെ കരച്ചില്ലേ. ഞാൻ മോളെ കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടിക്ക് നോക്കുമ്പോൾ ഞാൻ വേറെ ഡിഫറെൻ്റ് ആണല്ലോ, അപരിചിതൻ്റെ തോളിൽ. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു അണ്ണാച്ചി തമിഴൻ വന്നിട്ട് പറയാണ്, കുട്ടീനെ താന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൊടുക്കുമോ? കുട്ടി ആക്ച്വലി അദ്ദേഹം പോർട്ടറാണ് അവിടുത്തെ. ഈ കൊച്ചിൻ്റെ അമ്മ പുറമേ നിന്നിട്ട് പറയുന്നുണ്ട് അത്രേ ആ കൊച്ചിനെ കൊണ്ട് വരാനായിട്ട്. ഞാൻ അത് കാണുന്നില്ല. അണ്ണാച്ചി വന്നിട്ട് കൊച്ചിനെ ചോദിച്ച് ഞാൻ കൊടുക്കുമോ? അവസാനം ഇദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ അവിടെ പറഞ്ഞിട്ടാണ് ഞാൻ വരണേ. നോക്കിയപ്പോൾ കൈകൊണ്ട് കാണിച്ചു. എന്തായാലും ആവട്ടെ, ഞാൻ വേഗം കൊടുത്തു. അങ്ങനെ ഒരു ഭാരം ഒഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ, ദൈവം എൻ്റെ ബാഗ് പോയി. നാട്ടുകാരുടെ സാധനം മുഴുവൻ അതിലുണ്ട്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായി, കുഴപ്പമില്ല, പോയത് പോട്ടെ എന്നും പറഞ്ഞു. അപ്പോഴേക്കും ഈ സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പോൾസനല്ലേ, താങ്ക്സ് കേട്ടോ, ഇങ്ങനെ ഉപകാരം ചെയ്തതിന്, ഇത്രയും ത്യാഗം സഹിച്ച് എൻ്റെ മക്കളെയും ഭാര്യയും ഇവിടെ എത്തിച്ചു. അതെ, എന്നിട്ട് പറഞ്ഞു ഈ ബാഗ് ഞാൻ പിടിച്ചോളാൻ പറഞ്ഞു. എൻ്റെ അമ്മ അതൊക്കെ തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ചേട്ടൻ്റെ പരിചയക്കാരന് ഇദ്ദേഹം, അങ്ങനെ അത് യൂണിയൻ അവിടെ വന്നു. അപ്പോൾ ആ ഒരു യാത്ര എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഓരോ പ്രാവശ്യം ഞാൻ ദുബായിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും എൻ്റെ മനസ്സിലിതുണ്ടാവും. ത്യാഗോജ്വലവും ധീരോദാത്തവും ഉജ്ജ്വലവുമായിരുന്നു. എന്നിട്ട് എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ എന്നെ കളിയാക്കിയിരുന്നു. അത് പറഞ്ഞ്, നീ അതിൻ്റെ പെണ്ണുങ്ങളെ കുട്ടികളും കൊണ്ടുവരണം. എന്തായാലും
വളരെ രസകരമായ അനുഭവമാണ് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും. എന്തായാലും ഇതുപോലെ കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുറത്തു നിന്നും സങ്കടമെടുക്കാനില്ല, അതുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കാം. അങ്ങനെ ഒരു ചിരി ദൗത്യവുമായി മുന്നോട്ട് പോകാൻ പോൾസൺ പാവർട്ടിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഈ ചിരിവിടർത്തും ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ അധ്യായങ്ങളും അതുപോലെ ജീവിതത്തിലെ രസകരമായ സന്ദർഭങ്ങളും ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ഞങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്, എനിക്കൊന്നും എഴുതാനറിയില്ല, നമ്മളൊക്കെ എന്ത് എഴുത്തുകാരനാണെന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്, അത് ഇതിൽ ഞാൻ എഴുതിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു അർത്ഥം എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അതിൽ ഡയലോഗ് ഇതാണ്: ഒരു കഥ ആർക്കും എഴുതാം, ഒരു നോവൽ വേണമെങ്കിൽ ആർക്കും എഴുതാം, സ്വന്തം അനുഭവങ്ങൾ. സ്വന്തം ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും. ആ അനുഭവങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ പകർത്തി എഴുതി കഴിഞ്ഞാൽ അതൊരു കഥയായി. അത് തന്നെ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഇതൊരു സാഹിത്യ പുസ്തകമല്ല. ഇത് മറ്റേ ചിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന പുസ്തകമല്ല. എൻ്റെ ജീവിതത്തിൽ പറ്റിയ എൻ്റെ അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ തമാശ രൂപത്തിൽ അവതരിപ്പിച്ച കൊച്ചു കഥാപുസ്തകം. അതാണ് സ്വന്തം അനുഭവങ്ങളെ നേർക്കാഴ്ചയോടുകൂടി, അതിൽ വ്യാജങ്ങളില്ലാതെ അവതരിപ്പിക്കുമ്പോൾ ഈ പുസ്തകത്തിന് ചിരിക്ക് പിന്നിൽ ഒരു സത്യവും സത്യസന്ധതയും ഉണ്ടാകും. തീർച്ചയായും അതാണ് ഈ പുസ്തകത്തിനെ ആർദ്രമാക്കുന്നത്, അതെന്തെങ്കിലും സന്തോഷമായ ചിന്തകളാൽ ആർദ്രമാക്കുന്നത് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ കഥകൾ എഴുതുക. ഈ കഥകൾ പുറം ലോകം കാണട്ടെ, വായിക്കട്ടെ, മനസ്സിലാക്കട്ടെ. വളരെ നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുഖാമുഖത്തിൽ നമ്മുടെ അതിഥിയായി ഒപ്പമുണ്ടായിരുന്നത് ശ്രീ പോൾസൺ പാവർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ചിരി വിടർത്തും ഓർമ്മകളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലും സംസാരിച്ചത്. മുഖാമുഖത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. ഇനി അടുത്തയാഴ്ച ഇതേ സമയം.